ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ വർഷയും ശ്രീകാന്തും ചന്ദ്രോദയത്തെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വർഷയുടെ ഓരോരോ പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, സഹിച്ചല്ലേ പറ്റൂ. കോടീശ്വരിയായ മരുമകള് കയറി വന്ന് കരണത്തിനിട്ട് രണ്ട് തല്ലിയാലും ഒരു പ്രശ്നവും ഇല്ല ചന്ദ്രയ്ക്ക്. ആ സ്ഥാനത്ത് നമ്മുടെ രേവതി അങ്ങാണോ ആയിരിക്കണം. എന്ത് ചെയ്തേനെ നമ്മുടെ രേവതിനെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇനി നാളത്തെ വിഷയം എന്ന് പറയുന്നത് ഇവരുടെ ഫസ്റ്റ് നൈറ്റ് ആണ് കേട്ടോ. ഇവരുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞതാണ്. എങ്കിൽ പോലും ചന്ദ്രയ്ക്ക് അത്ര ബോധമൊന്നും പോകുന്നില്ല. ഇവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതാണെന്നൊന്നും ചന്ദ്ര വിചാരിക്കുന്നില്ല. വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ. അപ്പൊ അവർക്ക് ആ ഒരു പുതുമോടിയില് ആ ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കണം. എന്താ ഫസ്റ്റ് നൈറ്റ് വെക്കണം. അപ്പൊ ആ ഒരു ചിന്തയില് നമ്മുടെ ചന്ദ്രനാള് ഓടിപ്പാഞ്ഞ് നടക്കാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വർഷ പറഞ്ഞു, അതെ എനിക്കൊന്ന് ഫ്രഷ് ആകണമെന്ന്, കിടക്കണം എന്നൊക്കെ ഉണ്ട്. എവിടെയാ നമ്മുടെ റൂമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രീകാന്തിനോട്. ഇത് കേട്ടത് നമ്മുടെ ശ്രീകാന്ത്, അത് പിന്നെ നമ്മുടെ കാരണം റൂം വേറെ സൗകര്യമുള്ളതൊന്നും അവിടെ ഇല്ല. നമ്മുടെ ശ്രീകാന്തൊക്കെ കിടക്കുന്ന റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു റൂമിലാണ്, അല്ലാതെ നല്ലൊരു റൂമിലല്ല. നല്ല റൂം എന്ന് പറഞ്ഞാൽ 3 റൂമേ ഉള്ളൂ. ആ 3 റൂമും ബുക്ക്ഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റൂം വേറെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അത് പിന്നെ എന്ന് പറഞ്ഞിട്ടപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ മോളെ റൂമൊക്കെ ഞാൻ ശരിയാക്കാന്നേ. ഏതായാലും റൂം ശരിയാക്കണേ കുറച്ച് താമസമൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് അറേഞ്ച് ഒക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കുറച്ചൊരു 3-4 മണിക്കൂർ നേരത്തേന് മോള് ഒരു കാര്യം ചെയ്യാം, എന്റെ റൂമിലേക്ക് വാ, അല്ലെങ്കിൽ ശ്രുതിയുടെ റൂമിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞപ്പം, വേണ്ട 3-5 മണിക്കൂറല്ലേ, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ പോയി നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കാനുണ്ടല്ലോ, അപ്പൊ അതൊക്കെ എടുത്തിട്ട് വരാം, ആ സമയം കൊണ്ടെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷനെയും കൂട്ടിക്കൊണ്ടങ്ങ് പോകുന്നു. ഇതിനിടയിലാണ് ശ്രുതി പറയുന്നത്, അമ്മേ ഏത് റൂമിന്റെ കാര്യം ഈ പറയുന്നത്? ആ റൂം ശ്രീകാന്ത് ഉപയോഗിച്ച് ആ റൂം കൊടുക്കാൻ കൊള്ളുവോ? ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ താമസിക്കാനുള്ള സൗകര്യമൊന്നും അതിലില്ല, അത് കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഏത് റൂമാ അമ്മ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി വന്നിട്ട്, ശ്രുതി ഇങ്ങ് വന്നേ നമുക്ക് പോകാം, എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് വേഗം വിളിച്ചോണ്ട് പോവാ. കാരണം കൂടുതൽ നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവരുടെ റൂം പോകും എന്നൊരു ഡൗട്ടായി പോയി നമ്മുടെ ശ്രുതിക്ക്. ശ്രുതി ആരാ മോന്? ശ്രുതി പെട്ടെന്ന് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പോയി. ഇനിയിപ്പോ ഏത് റൂം കൊടുക്കും എന്റെ ഈശ്വര? ഞങ്ങളുടെ റൂം കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, അത് ശരിയാവില്ല. രേവതിനെ ചാക്കിലിട്ടിട്ട് തന്നെ കാര്യം. എങ്കിൽ പിന്നെ രേവതിയോട് പോയി ചോദിക്കാം എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വർഷ പോകുന്നതിന് മുമ്പ് രേവതിനെ കുറെ പുകഴ്ത്തി വർഷ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അടുക്കള ജോലി ചെയ്യുന്നത് ഒരു ജോലിയല്ല, ശ്രുതിക്ക് ജോലിയുണ്ട്, അവക്ക് ജോലി ഇല്ലാന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്ന കണ്ടപ്പോഴേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അടുക്കള ജോലിക്ക് എന്താ ഇത്രയ്ക്ക് കുഴപ്പമിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ജോലി തന്നെയാണ് അടുക്കള ജോലി. ശ്രീകാന്ത് അവൻ ചെയ്യുന്ന ജോലിയും റിസ്ക് ഉള്ള ജോലിയല്ലേ. ഈ അടുക്കള ജോലി തന്നെയാണ് ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്ന അവൻ ചെയ്യുന്ന ജോലിയും. എല്ലാ ജോലിക്കും അതിൻ്റെതായ കുറെ ഗുണങ്ങളുണ്ട്. അതില് നല്ലൊരു ജോലി തന്നെയാണ് അടുക്കളയിൽ കയറുക, ഭക്ഷണം തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞ് അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. അല്ലെങ്കിൽ രേവതി ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, ശ്രീകാന്ത് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്, അതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ കുറെ പുകഴ്ത്തിയൊക്കെ സംസാരിച്ചു കേട്ടോ. വർഷ. അപ്പൊ അതിന്റെ ദേഷ്യവും കൂടെ ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. ചന്ദ്ര രേവതിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ രേവതി, നിങ്ങളുടെ റൂം ഇന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്താമ്മേ ഞങ്ങളുടെ റൂമോ? നിങ്ങളുടെ റൂം വേണം. അതെ, ഇവിടെ വേറൊരു സൗകര്യമുള്ള റൂം ഇല്ലെന്ന് അറിയാലോ നിനക്ക്. ഇനിയിപ്പം വർഷയ്ക്കും ശ്രീകാന്തിനും താമസിക്കാൻ ഒരു റൂം ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ ആ റൂം അങ്ങോട്ട് ഒഴിഞ്ഞു തരണം. ആ റൂമില് ഇന്ന് തൽക്കാലം ശ്രീകാന്ത് വർഷം താമസിക്കട്ടെ. അമ്മ എന്താ ഈ പറയുന്നത്? ആ റൂമില് അവര് താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ ഞങ്ങൾ എവിടെ കിടക്കും? നിനക്കാണോ കിടക്കാൻ സ്ഥലമില്ലാത്തത്? നിന്റെ വീട്ടിലൊരു നല്ല ചൊവ്വേ നേരെയുള്ള കട്ടിലുണ്ടോടി, നീ കട്ടിലേ കിടന്ന് ഇവിടെ വന്നേ പിന്നെയല്ലേ നീ തറയെ കിടക്കും. നിനക്ക് തറയെ കിടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ സച്ചിയുടെ കാര്യവും പറയാനില്ല, അവനും തറയെ കിടന്നോളും. അതും കൊണ്ട് ആ റൂം ഇന്ന് ശ്രീകാന്തിനും വർഷയ്ക്കുമായിട്ട് ഒഴിച്ചു തരണം എന്ന് പറഞ്ഞപ്പം, അതൊന്നും പറ്റില്ലമ്മേ, അത് പിന്നെ സച്ചേട്ടനോട് ചോദിക്കാതെ എങ്ങനെയാ? അതും സച്ചേട്ടൻ പാവം ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആകെ ടയേർഡായിട്ടാ വരുന്നത്, നടുവേദനയൊക്കെ ഉണ്ട്. അപ്പം അത് ശരിയാവില്ല അമ്മ എന്ന് പറഞ്ഞപ്പം, നീയാണോ പറയുന്നത് അത് ശരിയാവില്ലെന്ന്? ആ റൂം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ വേണം. ഇത് എന്റെ വീടാ, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നീങ്ങത്തുള്ളൂ. അല്ല ഞാൻ എന്നാ പിന്നെ സച്ചേട്ടനെ ഒന്ന് ആരെയും വിളിച്ച് ചോദിക്കണ്ട, ഇവിടെ ഞാൻ തീരുമാനം എടുത്തതാ.
ആ റൂം എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് ശരിയാക്കണം. പിന്നെ നിന്റെ കയ്യിൽ കുറെ പൂവും കായൊക്കെ കാണില്ലേ, അതൊക്കെ വെച്ച് എങ്ങനെ അലങ്കരിക്കാമോ അത്രയും നല്ലതായിട്ട് വേണം അലങ്കരിക്കാനെന്ന് പറഞ്ഞിട്ട് ഓർഡർ വിട്ടിട്ട് അങ്ങ് പോയി. നമ്മുടെ രേവതിക്ക് നിവൃത്തിയില്ലാതായി പോയിട്ട് രേവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. സച്ചിനെ വിളിച്ചു പറഞ്ഞാൽ സച്ചി ഇവിടെ വലിയ വഴക്കം ഉണ്ടാക്കുകയും ചെയ്യും. വന്ന് ചിലപ്പം പ്രശ്നം പിടിക്കും നമ്മുടെ സച്ചി. അതുകൊണ്ട് രേവതിക്ക് ആദ്യം സച്ചിയോടും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ രേവതി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു അന്തോ ഇല്ല, ഒരു കുന്തോ ഇല്ല. പിന്നെ പൂവെല്ലാം കൊണ്ട് അലങ്കരിച്ചല്ലേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ ശ്രുതിയും റൂമിനകത്തേക്ക് കയറി പോയല്ലോ. അപ്പൊ ശ്രുതി ചോദിക്കുക, അല്ലെ എന്തിനാ ശ്രുതി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്? ദേ നിന്നോട് ഇപ്പൊ തൽക്കാലം എനിക്കൊന്നും പറയാനില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് നമ്മുടെ റൂമാ. നമ്മുടെ റൂം അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ദേ ഈ റൂം അടച്ചിട്ടിരുന്നു. അമ്മ ചിലപ്പം വന്ന് വിളിക്കും നമ്മുടെ റൂം ഒഴിഞ്ഞു കൊടുക്കാന്. അതുകൊണ്ട് ദേവേദി ഈ റൂം നീ തുറക്കണ്ടെന്ന് പറയാം. റൂം തുറക്കണ്ടെന്നോ? അപ്പൊ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോണ്ടേ? പോണം. അല്ല ശ്രുതിക്ക് ജോലിക്ക് പോണ്ടേ? ജോലിക്കും പോണം. ഇനിയിപ്പോ ഒരു ദിവസം ജോലിക്ക് പോയില്ലെന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ പോകുന്നതും പോകാത്തൊക്കെ കണക്കാന്ന് പറഞ്ഞപ്പോ എന്താ ശ്രുതി പറയുന്നത്? പോകുന്നതും പോകാത്തതും കണക്കാണെന്നോ? ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞാല് ജോലിക്ക് പോണം. എങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. പോകുമ്പം ഈ റൂം പൂട്ടി താക്കോല് മാറ്റി വെച്ചിട്ട് പോകാം. ഇല്ലെങ്കിൽ ചിലപ്പം പ്രശ്നമാകും. ഈ മുറി ചിലപ്പം മണിയറയാക്കി എന്റെ അമ്മ എടുക്കുമെന്ന് പറഞ്ഞപ്പോ അത് പേടിക്കൊന്നും വേണ്ട. മിക്കവാറും അമ്മ രേവതിയുടെ സച്ചിയുടെ റൂം ആയിരിക്കും ചോദിക്കുന്നത്. നമ്മുടെ റൂമൊന്നും ചോദിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതേതായാലും കൺഫേം ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നു. അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, അല്ല അമ്മ അവർക്ക് ഏത് റൂമാ? അതോർത്ത് മക്കളെ പേടിക്കൊന്നും വേണ്ട, അതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. രേവതിയുടെ സച്ചിയുടെ റൂം അങ്ങ് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. ഏതായാലും അവര് രക്ഷപ്പെട്ടു. ശ്രുതിയും രക്ഷപ്പെട്ടു. അങ്ങനെ മണിയറയൊക്കെ ഒരുക്കി നല്ല സെറ്റപ്പ് ആയിട്ടൊക്കെ വെച്ചേക്കാണ്. അപ്പോഴാണ് നമ്മുടെ സച്ചി കയറി വരുന്നത്. സച്ചി റൂമിലേക്ക് ലാലൂലൂ എന്നൊക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ട് പുള്ളിക്കാരൻ കയറി വന്നു നോക്കിയപ്പോഴത്തേക്കും ദാണ്ട കിടക്കുന്നു. റൂം നിറയെ പൂക്കൾ അലങ്കരിച്ചിട്ടേക്കുന്നു. ഇത് കൊള്ളാലോ. അല്ല രേവതി, അല്ല നിനക്കിന്ന് പൂ വല്ലോ മിച്ചം വന്നോ? അല്ല നീ ഇങ്ങനെ അലങ്കരിച്ചിട്ടോണ്ട് ഞാൻ ചോദിച്ചതാ. പൂ മിച്ചമൊന്നും വന്നിട്ടല്ല. പിന്നെ എന്താ? കൊച്ചു കള്ളി, എനിക്ക് മനസ്സിലായി കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പൂ എടുത്ത് നമ്മുടെ രേവതിയുടെ മുഖത്തേക്ക് എറിയാണ്. ഇപ്പൊ രേവതി പറയുന്നത്, ചുമ്മാ ഇരിക്കുന്നുണ്ടോ എന്റെ പൊന്ന് സച്ചേട്ടാ? അതെ, നമ്മളല്ല ഇവിടെ ശ്രീകാന്ത് വർഷയാ. എന്റെ റൂം ശ്രീകാന്ത് വർഷയ്ക്കും? നീ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ തയ്യാറാക്കിയത്? ദേ മര്യാദക്ക് ഈ പൂക്കളൊക്കെ തൂത്തുവാരി എറിഞ്ഞു കഴിഞ്ഞോ? എന്റെ റൂം ഞാൻ ആർക്കും കൊടുക്കത്തില്ല. അത് പിന്നെ അമ്മ പറഞ്ഞിട്ടാ. ഏത് അമ്മ പറഞ്ഞാലും നീ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ ചെയ്തത്? ഞാൻ കൊടുക്കത്തില്ല. ഇത് എന്റെ സ്വന്തം റൂമാ. ഇവിടുന്ന് ഞാൻ മാറത്തില്ല. വേണമെങ്കിലേ തള്ളയുടെ മൂത്ത മകനോട് ചെന്ന് റൂം ഉണ്ടാക്കി കൊടുക്കാൻ പറ, അല്ലാതെ ഇങ്ങോട്ടൊന്നും വരണ്ടെന്ന് പറഞ്ഞു കേട്ടോ. രേവതി പറഞ്ഞൊന്ന് പതുക്കെ സംസാരിച്ച് സച്ചേട്ടാ. എന്ത് പതുക്കെ സംസാരിക്കാന്? എനിക്കറിയായിരുന്നു വന്ന് എന്നെ ഇവിടുന്ന് വെളിയിൽ ചാടിക്കാനുള്ള ഉദ്ദേശമാ തള്ളയുടെ. ഇപ്പൊ തള്ളയുടെ ഉദ്ദേശം ഞാൻ നടപ്പിലാക്കി കൊടുക്കാം എന്നും പറഞ്ഞു സച്ചി അങ്ങോട്ട് ചെന്നില്ലേ. ചന്ദ്രയാണെങ്കിൽ ഈ ശബ്ദം കേട്ടിട്ട്, എന്റെ പൊന്ന് സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കുക. ഇപ്പൊ ആ പെങ്കൊച്ചങ്ങാണ വന്നാല്? ഇപ്പൊ ആ പെങ്കൊച്ച വന്നാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? എന്റെ റൂം എനിക്ക് തരാൻ പറ്റില്ല. ആരോട് ചോദിച്ചിട്ട് ഈ റൂം അലങ്കരിച്ചു? രേവതി, ഈ തള്ള അങ്ങനെ പലതും പറയും. നിനക്ക് എന്നോട് പറയത്തില്ലായിരുന്നോ? വിളിച്ചു ചോദിക്കത്തില്ലായിരുന്നോ? അത് പിന്നെ അമ്മ എന്നോട് വിളിച്ചു ചോദിക്കണ്ട, സച്ചേട്ടൻ പറഞ്ഞാൽ കേട്ടോളൂന്നാ പറഞ്ഞത്. ഈ തള്ളയുടെ മനസ്സിലിരിപ്പേ കുശുമ്പും കുഞ്ഞായ്മ നിറച്ച്. ഒരു മരുമകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തലയെ കയറ്റി വെച്ചോണ്ട് നടന്നോ നിങ്ങള്? ഞാനൊരു കാര്യം പറയാം, ഈ റൂം എന്റെ രേവതിയുടെ, ഈ റൂം ഞാൻ തരില്ല എന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കാൻ തുടങ്ങി. പിന്നെ എന്താ, നമ്മുടെ രേവതി പതുക്കെ പറഞ്ഞു ഒരു വിധത്തിലാണ് കേട്ടോ എല്ലാം സെറ്റാക്കുന്നത്. ഏതായാലും എല്ലാം സെറ്റാക്കിയൊക്കെ വെക്കും. പാവം നമ്മുടെ രേവതി സച്ചി ഔട്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ 6:53 കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. മറക്കരുത് നമ്മുടെ നൈനുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോ വിശേഷം 9:30 ഇടുവേ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണണേ. ടാറ്റ ബൈ ബൈ.